പിന്നെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്താണ്, മനസ്സിലായി. ചില ആൾ ഇസ്രായേലിന്റെ പക്ഷത്താണ്, ചില ആൾ മതത്തിന്റെ പക്ഷത്താണ്. അപ്പോൾ നമ്മൾ പബ്ലിക്കലി ഇതൊന്നും സംസാരിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്, മനസ്സിലായി. എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പലസ്തീനെ അല്ല ഇസ്രായേലിനെ സപ്പോർട്ടാണ്. അതൊന്നും വിചാരിച്ചിട്ട് എനിക്ക് അവർ ഒഴിവാക്കാൻ പറ്റില്ല. രാഷ്ട്രീയം ഇവിടെ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹി എക്സ്റ്റെൻഡഡ് ആൻ അപ്പോളജി. പക്ഷേ അതിൽ എന്ത് കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് 20,000 അധികം കുട്ടികൾ, ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടികൾ മരിച്ചു വീകുന്നത് കാണുമ്പോൾ അപ്പുറം ഇപ്പുറം ചിന്തിക്കാതെ നമുക്ക് ഗാസൻ്റെ കൂടാണെന്ന് പറയാൻ പറ്റണം. എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഈ തൊപ്പി എന്ന് പറയുന്ന ആളുടെ അതായത് മെജോറിറ്റി ഫാൻസ് എന്ന് പറയുന്നത് മൈനേഴ്സാണ്. ഈ മൈനറായിട്ടുള്ള കുട്ടികളാണ് ഗാസയിൽ മരിച്ചു വീണത്. അപ്പോൾ ഇടവും വലവും ചിന്തിക്കാതെ നമുക്ക് ഗാസൻ്റെ കൂടാണെന്ന് ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിന് പറയാൻ പറ്റണം. അല്ലാതെ നിങ്ങളൊക്കെ എന്ത് ഇൻഫ്ലുവൻസ് ആണ് ചെയ്യുന്നത്? അല്ലാതെ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ പൊളിറ്റിക്സ് സംസാരിക്കാത്തതാണ് നല്ലത്. അപ്പോൾ പിന്നെ ഈ അപ്പോളജി കൊണ്ട് ഒരു കാര്യം ഇല്ലാണ്ടായില്ലേ? ഫ്രീ പലസ്തീൻ എന്ന് പറയുന്നു, എന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, പിന്നെ ഒരു സോറി പറയുന്നു. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഇതേപോലെയുള്ള കൊച്ചു പിള്ളേരാണ്.